തണ്ടന്മാര് മൂത്രയിക്കും. ഇതാണ് നമ്മുടെ ഡോലും പോലും. ഞാൻ കാർ സർവീസിന് കൊടുക്കാൻ ചെന്നപ്പോ കണ്ടു രണ്ട് ഭായിമാരാണ്. ഇവരെ മാത്രല്ല, ഞാൻ ഇവിടെ വേറൊരു സംഭവം കൂടി കണ്ടു. ഈ വണ്ടി കണ്ടപ്പോ സത്യം പറയാൻ എനിക്ക് നല്ല വിഷമാണ് തോന്നിയത്. ഗൈസ്, നമുക്ക് പെട്ടെന്നാണ് സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് വന്നത്. കളങ്കാവൽ. ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് പോകും. 9:00 സിനിമ തുടങ്ങും. 9:15 ഇവൻ വണ്ടിയും കൊണ്ടുവേണം. ഇത്ര നേരം ഞാൻ ഇവന് വേണ്ടി കാത്തു. ലാസ്റ്റ് അവൻ വന്നിട്ട് അവന്റെ തിരക്ക് കണ്ട ഞാൻ മമ്മൂട്ടിയുടെ പോലെയൊക്കെ നോക്കൂട്ടെ. ഇതിലാകെ കുറച്ച് പേര് കാണിച്ചിട്ടുള്ളൂ. ഒട്ടപ്പുറത്ത് പമ്പണ്ടായിട്ടാണ് സ്വാമിമാര് ഇങ്ങനെ കാണിച്ചത്. സാരില്ല, സ്വാമിമാര് 9:27 ഞാൻ രാഗത്തിൽ എത്തിക്കുന്നതുകൊണ്ടാണ് ഇവ ഇങ്ങനെ പോകുന്നത്. രാഗത്തിന് പകരം ആകാശത്ത് എത്തേണ്ട അവസ്ഥ. 9:26 എന്നുള്ള സമയത്തിൽ അവൻ എന്നെ അവിടെ എത്തിച്ചു. നമ്മുടെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ളവരൊക്കെ മാല ഇട്ടപ്പോ ഈ സാമ്യതല്ലോടാ, ഈ സാമ്യാണോ കഴുത്തിൽ മാലുന്നില്ലല്ലോ. അല്ലടാ, നമ്മളൊക്കെ ഈ കറുപ്പൊക്കെ ഇട്ട് നടക്കുമ്പോ അവനും ഉണ്ടാവില്ല ആഗ്രഹം. അങ്ങനെ ഓടിച്ചെന്ന് സീറ്റിൽ ഇരുന്നപ്പോ ഇപ്രാവശ്യം ഈ സ്ക്രീനിൽ എഴുതി അങ്ങോട്ട് നടക്കണം. നമ്മള് കപ്പടിക്കണം. അങ്ങനെ മൂഞ്ഞപ്പാട്ടം തുടങ്ങി. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു മമ്മൂട്ടിനെ കാണുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ത്രില്ലടിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു പടത്തിന്റെ റീ റിലീസ് വേണ്ട. മക്കളെ, പടത്തിൽ ആർക്കും അറിയണ്ടായി ചേട്ടാ മോഹൻലാലുള്ള കാര്യം. ആ ഒരു സസ്പെൻസ് ഇതെല്ലാവരും കൂടി പൊളിച്ചില്ലേ. എനിക്കത് ഭയങ്കര ഫീൽ ആയി. എന്തായാലും നമ്മൾ പടമൊക്കെ കണ്ടിറങ്ങി. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ എന്നൊന്നും പറയില്ല, പക്ഷെ പടം അടിപൊളിയാണ്. നിങ്ങളൊരു കഫാനാണെങ്കിൽ എന്തായാലും ഈ പടം നിങ്ങൾക്ക് ഇഷ്ടം. കഴിഞ്ഞിറങ്ങി 12 മണി കിട്ടും. നിങ്ങൾ നോക്കി ഇവിടുത്തെ തിരക്ക്. ഇതൊക്കെ നമ്മുടെ രാഗൻ തിയേറ്ററിനല്ല പറ്റുള്ളൂ. എന്തായാലും പടം ഇഷ്ടമായി പോയി കാണണ്ടോ, അവർക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണാം. അതുവരെയും ബൈ ബൈ.